ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാരു തുണി വിൽക്കാൻ പോവാതിരിക്കാൻ വേണ്ടി ഹേമ കഴിയുന്നത്രയും ചാരുവിന് പണി കൊടുത്ത് വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ എല്ലാ പണികളും തീർത്ത ശേഷം ചാരു പോവാൻ ഒരുങ്ങുമ്പോഴാണ് ചാരു ആ സത്യം മനസ്സിലാക്കുന്നത്. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞത് അമ്മായി മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണെന്നുള്ള കാര്യം ചാരുവിന് മനസ്സിലാവാണ്. അങ്ങനെ ചാരു വണ്ടി എടുത്തുകൊണ്ട് പോവാൻ ഒരുങ്ങുമ്പോഴാണ് ചാരു ആ സത്യവും മനസ്സിലാക്കുന്നത്. ഹേമ വണ്ടിയിലെ ടയറിലെ കാറ്റ് ഊരിക്കളഞ്ഞിട്ടുള്ളത് മനസ്സിലാവാണ്. അങ്ങനെ ചാരു വിഷമത്തോട് കൂടി കണ്ണു നിറഞ്ഞുകൊണ്ട് ആ വണ്ടി ഉന്തിക്കൊണ്ടാണ് ടയർ കടയിലേക്ക് പോകുന്നത്, പഞ്ചർ കടയിലേക്ക് പോകുന്നത്. അങ്ങനെ അയാൾ ചോദിക്കുകയാണ് ചാരുവിനോട്, അല്ല ഒരുപാട് ദൂരം വണ്ടി ഉന്തി വന്നതുപോലെയുണ്ടല്ലോ, നല്ല ക്ഷീണമുണ്ട് മോൾക്ക്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞ് അയാൾ ദയ തോന്നിയിട്ട് ചാരുവിന് വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ ചാരു വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയതാണ്, പഞ്ചറായതാണോ എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയുന്നത്, അല്ല ചേട്ടാ, പഞ്ചറായതല്ല, കാറ്റൊഴിച്ച് വിട്ടതാണ്. കാറ്റൊഴിച്ച് വിട്ടതോ? ആരാണ് കാറ്റൊഴിച്ച് വിട്ടത്? അതെ സ്വാമിയാണ്. സ്വാമിയോ എന്ന് അയാൾ മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ ചാരു പറയണം, അതെ, എൻ്റെ സ്വാമിക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് കാണാൻ വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ ഈ വണ്ടി ഉന്തി വരണമെന്നാണ് എൻ്റെ സ്വാമി ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കേണ്ടേ, അതുകൊണ്ട് ചേട്ടൻ ഇതിൽ കാറ്റടിച്ചതാ എന്ന് പറയട്ടോ. അങ്ങനെ അയാൾ കാറ്റടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചാരു അതുമായിട്ട് അങ്ങ് പോവാട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് ശ്രേയ ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ശ്രേയ ഒരു സത്യവും അറിയാത്തത് കൊണ്ട് ചാരുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എങ്ങനെയുണ്ട് പുതുപെണ്ണും പുതുമണവാളനും, സുഖമായിട്ടിരിക്കുന്നോ, നിങ്ങൾക്ക് സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാരുവിന് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ ശ്രേയ കല്യാണത്തിനെ കുറിച്ചുള്ള ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ചാരു ശ്രേയയോട് ചോദിക്കാണ്, അല്ല കല്യാണത്തിൻ്റെ ശേഷം അക്കുചേട്ടൻ ശ്രേയയെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഒന്ന് പിണങ്ങിയതുപോലെ അഭിനയിക്കുകയാണ്. ഞാൻ ആകാശിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് കരുതുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നാളെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. നമ്മൾ അന്ന് ആകാശിന് സർപ്രൈസ് കൊടുത്തില്ലേ, ആ സ്ഥലത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് വരണം, ഭാര്യയും ഭർത്താവും ആകാശിനെയും കൂട്ടിയിട്ട് വരണം. അങ്ങനെ 4 പേരും കൂടി, നമുക്ക് 4 പേർക്കും കൂടി അവിടെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് പറയുമ്പോഴാണ് ചാരു അക്കാര്യം പറയാൻ ഒരുങ്ങാൻ കേട്ടോ. അത് പിന്നെ ശ്രേയ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, എന്താണ് ചാരു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട, എന്തായാലും ശ്രേയ നാളെ ഇവിടേക്ക് വരുന്നല്ലേ, അപ്പോൾ ശ്രേയയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ഒന്നുമില്ല, നാളെ ഇവിടേക്ക് ശ്രേയ വരുന്നതല്ലേ, അപ്പോൾ പറയാം. അതെന്താ ചാരു, എന്നോട് എന്തോ പറയാൻ വന്നതാണെങ്കിലോ, എന്താണെങ്കിലും പറഞ്ഞേക്ക്. അത് വേണ്ട ശ്രേയ, നീ നാളെ വരുന്നതല്ലേ, അപ്പോൾ നിനക്കൊരു സർപ്രൈസ് തരാനാണ്, ഒരു വലിയ സർപ്രൈസ് തന്നെയാണ് ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് ചാരുവിനോട്, ഞാൻ അവിടേക്ക് നാളെ വരുന്ന കാര്യം ആകാശിനോട് ഒരിക്കലും പറയരുത്, ആകാശിന് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ ശ്രേയ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചാരു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അത്രേ, എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അത് പറയാനും കൂട്ടാക്കുന്നില്ല. എന്താണാവോ, നാളെ എന്തായാലും പോയിട്ട് അറിയാലോ അമ്മയോട് ശ്രേയ പറയട്ടെ. അങ്ങനെ പോവാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ആകാശാണെങ്കിലോ ശ്രേയയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴൊന്നും ശ്രേയ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ശ്രേയ നല്ല പിണക്കത്തിലാണ്, ശ്രേയയോട് അത്യാവശ്യമായിട്ട് എനിക്ക് സംസാരിച്ചേ മതിയാവൂ, ശ്രേയയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ സ്വയം ആകാശ് ഇരുന്ന് പറയട്ടെ. അങ്ങനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ശ്രേയ ഫോൺ കട്ടാക്കണം. അപ്പോൾ ആകാശ് മെസ്സേജ് വിടുകയാണ്, എനിക്ക് ശ്രേയ നിന്നോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം, നീ ഒന്ന് ഫോൺ എടുക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് വിടുമ്പോഴും ശ്രേയ തിരിച്ചും മെസ്സേജ് വിടുകയാണ്, എനിക്ക് ഇനി ഫോൺ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ശ്രേയ എങ്ങാനും കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമോ, അതായിരിക്കുമോ ശ്രേയ എൻ്റെ ഫോൺ എടുക്കാത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടേക്ക് ചാരു വരുന്നത് പാലുമായിട്ട്. എന്നിട്ട് ആകാശിന് ചാരു പാല് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയണ, അക്കുചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അക്കുചേട്ടന് നാളെ ഒന്ന് ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ലീവോ, എനിക്കിപ്പോൾ ലീവ് എടുക്കാനൊന്നും പറ്റില്ല, കാരണം കല്യാണത്തിൻ്റെ പേരിൽ ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറ്റില്ല, എന്താണ് കാര്യം പറഞ്ഞോ കാക്കൂത്തി എന്ന് പറയുമ്പോൾ ചാരു പറയണേ, അക്കുചേട്ടൻ നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഞാനിപ്പോൾ അടുത്ത് പരിചയപ്പെട്ട ഫ്രണ്ടാണ്, അപ്പോൾ അവൾക്ക് എന്നെയും അക്കുചേട്ടനെയും കാണണമെന്നാണ് പറയുന്നത്, അവൾക്ക് കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഏത് ഫ്രണ്ടാണ്, എനിക്കറിയാത്ത ഏത് ഫ്രണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, സർപ്രൈസ് ആണ് അക്കുചേട്ട, അവൾ വരുന്നത് തന്നെ അക്കുചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നെ കാണാനോ? അപ്പോൾ ചാരു പെട്ടെന്ന് അങ്ങ് പതറുകയാണ്, അല്ല നമ്മുടെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്, എന്തായാലും അക്കുചേട്ടൻ എൻ്റെ കൂടെ നാളെ വരണം എന്ന് പറയുമ്പോൾ, എങ്കിൽ കല്യാണത്തിന് വരാൻ പറ്റാത്ത ഫ്രണ്ടാണെങ്കിൽ നീ നാളെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചോ, വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പോരെ, വീട്ടിലേക്കൊക്കെ ഞാൻ ക്ഷണിച്ചു, പക്ഷേ അത് പിന്നെ ഒരിക്കൽ വരാമെന്നാണ്
സമയത്താണ് പറയുന്നത് അക്കുചേട്ടൻ എന്തായാലും എന്നോടൊപ്പം വരണം എന്ന് പറയാണ്. അങ്ങനെ ആകാശ് വരാമെന്ന് പറഞ്ഞ് സമ്മതം പറഞ്ഞ ശേഷം ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി പോവാനൊരുങ്ങുമ്പോൾ ആകാശ് ചോദിക്കുകയാണ്, അല്ല എവിടേക്കാണ് പോവേണ്ടത്? അതൊക്കെ സർപ്രൈസ് ആണ് അക്കുചേട്ടൻ എന്തായാലും എന്നോടൊപ്പം എൻ്റെ വണ്ടിയിൽ വന്നാൽ മതി. നിന്റെ വണ്ടിയിലോ? എന്നോടൊപ്പം വന്നാൽ മതി. എനിക്കല്ലേ ഏതാ സ്ഥലം എന്നുള്ളത് അറിയാവുന്നത്, അതുകൊണ്ട് എന്നോടൊപ്പം വന്നാൽ മതി. അങ്ങനെ ആകാശ് സമ്മതം കൊടുക്കാണ്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 തവണയായിട്ട് ശ്രേയ ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ശ്രേയ ചോദിക്കുന്നുണ്ട്, അല്ല ചാരു, നിങ്ങൾ ആകാശും നിന്റെ ഭർത്താവും കൂടി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ശ്രേയക്ക് മനസ്സിലായിട്ടില്ല ഞാനും അക്കുചേട്ടനും തമ്മിലുള്ള വിവാഹമാണ് കഴിച്ചിട്ടുള്ളത് എന്ന് ശ്രേയ അറിഞ്ഞിട്ടില്ല. എന്തായാലും ശ്രേയക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് അപ്പോഴും ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും ശ്രേയ ചോദിക്കുന്നുണ്ട്, ആകാശും നിന്റെ ഭർത്താവും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയണം, അതെ, ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ ശ്രേയ പറഞ്ഞ സ്ഥലത്തേക്ക് ചാരുവിനോട് വരാൻ പറയണ. ചാരുവും ആകാശും കൂടി എൻ്റെ വണ്ടിയിൽ പോവാണ്. അപ്പോഴൊക്കെ ആകാശ് ചോദിക്കുന്നുണ്ട്, കാക്കോത്തി ആരാണെങ്കിലും ഒന്ന് പറ, നീ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ് അക്കുചേട്ടാ, ഒന്ന് ക്ഷമിക്കുക. രണ്ടുപേരും കൂടി ശ്രേയ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇത് അന്ന് ശ്രേയ വന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ചാരു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ശ്രേയയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കോ എന്നൊക്കെ ആകാശ് ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരു ഇങ്ങനെ വിളിക്കുകയാണ്, ഞങ്ങളിവിടെ എത്തിയിട്ടോ, ഞങ്ങളിവിടെ എത്തി, എവിടെയാ മറിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചാരു വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രേയ ആണെങ്കിൽ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതെന്താ ആകാശും ചാരുവും മാത്രമുള്ളല്ലോ, ചാരുവിൻ്റെ ഭർത്താവ് കാണാനില്ലല്ലോ, ആകാശിൻ്റെ ഏട്ടനെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ശ്രേയ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയ, കുറച്ച് നേരം അവിടെ നിൽക്ക്, എന്നെ ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിക്ക്, ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഇത്രയും ദിവസം എനിക്ക് ഫോൺ വിളിച്ചില്ലല്ലോ, ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അവിടെ നിൽക്ക്, എന്നിട്ട് എനിക്ക് പതിയെ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം, ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് പുറകിലൂടെ ചെന്ന് ആകാശിൻ്റെ കണ്ണ് പൊത്തിയിട്ട് ആകാശിന് ഒരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ശ്രേയ മനസ്സിൽ സ്വയം പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത്, അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ശ്രേയ ഒന്ന് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് കാലൊരു ഭാഗത്ത് വെച്ച് തട്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ട ഉടനെ ശ്രേയയുടെ അമ്മയ്ക്ക് അതൊരു അപശകുനമായി തോന്നുകയാണ്. മോളെ, നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെ അന്ധവിശ്വാസമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഞാൻ ധൃതി പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാലൊന്ന് ഇതിൽ തട്ടി, അത്രയല്ലേ ഉള്ളൂ, അതിനിങ്ങനെ അപശകുനമാണെന്നൊന്നും അമ്മ കരുതണ്ട. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. എന്തിന് അമ്മയൊന്ന് പേടിക്കാതിരുന്ന, ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം, അമ്മ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേയ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ശ്രേയ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ് ചാരുവിനോട്, കാക്കോത്തി നിന്റെ ഫ്രണ്ട് എവിടെ? നീ പറഞ്ഞ ആളെ ഇവിടെ കാണാനില്ല. ഇവിടേക്ക് വരാനാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ കാണാനില്ല, ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാരു ഫോൺ എടുത്ത് വിളിക്കുമ്പോഴൊക്കെ ശ്രേയ ഫോൺ എടുക്കാതെ സൈലൻറ്റിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചാരുവിനെയും ആകാശിനെയും അവിടെയുള്ള ഒരാൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അല്ല നീ ആ ബാലൻ മാഷിൻ്റെ മോനല്ലേ, ആകാശല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ മോനെ, നീ നല്ലൊരു വലിയ ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. നീ ഈ ചാരുവിൻ്റെ ജീവിതമാണ് രക്ഷിച്ചത്. നിന്റെ ഏട്ടൻ കാണിച്ച ഈ ഒരു ചതി ഒരു പെണ്ണിനോടും ഒരാളും ചെയ്യരുത്. അത്രയ്ക്ക് വലിയ മഹാപാപമാണ് ചാരുവിനോട് നിന്റെ ഏട്ടൻ അരവിന്ദൻ കാണിച്ചത്. നിന്റെ അച്ഛൻ്റെ മാനമാണ് നീ ആ സമയത്ത് രക്ഷിച്ചത്. ഇവളുടെ ജീവിതമാണ് നീ കരകയറ്റി കൊടുത്തത്. നിന്റെ ഏട്ടൻ ചെയ്ത ചതിക്ക് ബാലൻ മാഷ് തല കുനിച്ച് നിൽക്കുന്ന ആ സമയത്ത് നീയാണ് രക്ഷകനായി അവിടെ വന്ന് ചാരുവിനെ വിവാഹം കഴിച്ചതും ബാലൻ മാഷിൻ്റെ മാനം രക്ഷിച്ചതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട ഉടനെ ശ്രേയ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അയാൾ പറയണ, ചാരുവിൻ്റെ കഴുത്തിൽ നീ അന്ന് താലി കെട്ടിയത് കൊണ്ടാണ് ചാരുവിന് ഇപ്പോൾ ഒരു ജീവിതം കിട്ടിയത്. നിനക്ക് ഈശ്വരൻ നല്ലത് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. നീ ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യത്തോടെയും ജീവിക്കും. നീ അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ള കാര്യമൊക്കെ ആകാശിനോട് അയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രേയ കരഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാരുവിനെ കല്യാണം കഴിച്ചത് ആകാശാണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രേയ പൊട്ടിക്കരയുകയാണ്.